എൻ്റെ എഴുത്ത് മിക്കവാറും എല്ലാം സംഭവിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിലാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് എഴുതും. ഒരേ സമയം നമ്മൾ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്നു. അവിടുന്ന് നമ്മളൊരു അടുത്ത പകർന്നാട്ടത്തിലൂടെ നമ്മൾ എഴുത്തിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ ഗൃഹസ്ഥനാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരനുമാണ്. എൻ്റെ ഈ അമ്മയെന്നുള്ള വിളി കേൾക്കുകയും പെട്ടെന്ന് ഈ കാളിഭ്രാന്തി അങ്ങ് സ്തബ്ധയായിട്ട് അങ്ങ് നിന്നു പോവുകയാണ്. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ അരിവാൾ താഴെ വീഴുന്നു, വടി താഴെ വീഴുന്നു. കൃഷ്ണപിള്ള സഖാവ് ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയ്ക്കുള്ളിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പുകളിലൂടെ ഈ പുസ്തകം കൊടുക്കുന്ന ആളുമായിട്ട് കൃഷ്ണപിള്ള സഖാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം കാണാതെ പരസ്പരം കേൾക്കാതെ ഈ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടകളിൽ ഒളിപ്പിച്ചു വെച്ച രേഖകളിലൂടെ ആണ് കൃഷ്ണപിള്ള സഖാവും തങ്കമ്മയുമായിട്ട് പ്രണയിക്കുന്നത്. കേരളത്തിലെ ചതുപ്പ് നിലങ്ങളെല്ലാം ഉഴുതുമറിച്ച് കൃഷി ചെയ്തു തുടങ്ങിയത് ബുദ്ധന്മാർ വന്ന ശേഷമാണ്. കാളയും കലപ്പയും കൊണ്ടുവരുന്നത് ബുദ്ധന്മാരാണ്. വൈദ്യം കൊണ്ടുവരുന്നത് ബുദ്ധന്മാരാണ്. ജീവിതത്തിൽ എനിക്ക് ഒരു ഘട്ടം വരെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഭൗതികമായിട്ടും അടി കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് മാഷന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജീവിതം തന്നെ എനിക്ക് ഒരുപാട് ആഘാതങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അത് ശരിക്കും എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ളൊരു എഴുത്തെന്ന് തന്നെ പറയാൻ പറ്റും. ഞാനൊരു 8 വയസ്സ് വരെ ആലപ്പുഴ ടൗണിലാണ് ജനിച്ച് വളർന്നത്. 8 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങൾ പറിച്ചു മാറ്റപ്പെടുകയാണ്, ചേർത്തല ഗ്രാമത്തിലേക്ക്. അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1.5 വർഷം ഞങ്ങളുടെ അമ്മയുടെ അമ്മാവൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടി. അതിന് ശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് അമ്മയും ഞാനും എൻ്റെ ചേട്ടനും കൂടി സ്വന്തമായിട്ട് കുടുംബത്തിലെ ഒരു കൊച്ചു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ചേട്ടന് ജോലിയില്ല. ചേട്ടനേക്കാളും 13 വയസ്സിന് മൂത്തതായിരുന്നു. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. അപ്പം പലപ്പോഴും നമ്മൾ ഈ ആഹാരം കിട്ടാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നെനിക്കൊരു 10 വയസ്സുള്ള സമയമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ നല്ലൊരു ഒറേഷ്യസ് റീഡറാണ്. ഒരുപാട് വായിക്കും, ഇംഗ്ലീഷ് മലയാളമൊക്കെ ഒരുപാട് വായിക്കും. ചേട്ടൻ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ എങ്ങനെ വിശപ്പറിയാതിരിക്കുന്നു ചോദിക്കുമ്പോൾ ചേട്ടൻ പറയും, നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ മതി, അപ്പം വിശപ്പറിയത്തില്ല എന്ന് പറയും. അങ്ങനെ ചേട്ടൻ എനിക്ക് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് തരുമായിരുന്നു. അങ്ങനെ ഈ പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ 2 പബ്ലിക് ലൈബ്രറികളിലെ പുസ്തകങ്ങൾ, ബാലസാഹിത്യ പുസ്തകങ്ങൾ മിക്കവാറും എല്ലാം വായിച്ചു. ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചാണ് കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ. ഇതിങ്ങനെ വായിച്ചാണ് എൻ്റെ ഉള്ളിൽ എഴുത്തിനുള്ള ഒരു ആർജ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വിശന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ പെട്ടെന്നൊരു കഥ എഴുതുകയാണ് എൻ്റെ മുമ്പിലിരുന്ന നോട്ട്ബുക്കിൽ. ആ കഥയുടെ പേര് ഞാൻ വിശപ്പിൻ്റെ വിളി എന്നാണെന്ന് കഥയ്ക്ക് പേരിട്ട്. അക്കാലത്തൊരു സിനിമയുടെ പേരങ്ങനെ വന്നായിരുന്നു. ചേട്ടനത് എഡിറ്റ് ചെയ്ത് വിശപ്പെന്നാക്കി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കഥ. ഉണ്ണി എന്ന് പറയുന്നൊരു കുട്ടിയുടെ വിശപ്പിൻ്റെ കഥയായിരുന്നു. ഉണ്ണി എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. പക്ഷേ എൻ്റെ വിശപ്പ് തന്നെയായിരുന്നു കഥയ്ക്ക് പ്രമേയമായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കഥ ഒരു എഴുത്തിലേക്ക് ഞാൻ വരുന്നത്. വായനയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എഴുത്തിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കഥ ആദ്യമായിട്ട് ബാലയുഗം മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അങ്ങനെ എഴുതാനുള്ളൊരു പ്രേരണ ഉണ്ടായി. പിന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടി. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കഥ എഴുതുമായിരുന്നു. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിൽ കഥയ്ക്ക് സമ്മാനം കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് എഴുതാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായി. അപ്പോഴത്തേക്ക് വായന കുറേ കൂടെ ഒരു സീനിയർ ലെവലിലേക്കൊക്കെ ആയി. അങ്ങനെ വായനയും എഴുതാനുള്ളൊരു ആർജ്യം കൂടി ഇങ്ങനെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കും ശരിക്കും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലെ ഒരു എഴുത്തുകാരൻ സ്വയം രൂപപ്പെടുകയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ MA അഡ്മിഷൻ കിട്ടിയെങ്കിൽ പോലും എനിക്കൊരു പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം വേണ്ടിയിരുന്നു. അപ്പം പത്രപ്രവർത്തനത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ഞാൻ അപ്പം ചൂസ് ചെയ്തത്. അതാകുമ്പോൾ 1 വർഷത്തെ ഒരു കോഴ്സാണ്, പെട്ടെന്നൊരു ജോലി വേണം, കാര്യം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പത്രപ്രവർത്തനത്തിൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കുന്നു. അതിനുശേഷം കേരളകൗമുദിയിലാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ജേർണലിസ്റ്റായിട്ട് എൻ്റെ ജീവിതം തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ ജേർണലിസ്റ്റായി കഴിയുമ്പോൾ നമുക്കൊരു ഒരു എഴുതാനുള്ളിൽ ഒരു ആ, ഒരു ക്രിയേറ്റീവ് സ്പാർക്കുള്ള ഒരാൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ജേർണലിസം. കാര്യം നമ്മൾ ജേർണലിസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാൻ കഴിയും. പക്ഷേ എഴുത്തൊന്നും സർഗാത്മക സാഹിത്യമല്ല. നമ്മൾ എഴുതുന്നതെല്ലാം റിപ്പോർട്ടുകളും ഫീച്ചറുകളും ഒക്കെയാണ്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എഴുതിയൊരു റിപ്പോർട്ട് പത്രത്തിൽ വരിക, ചിലപ്പോൾ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നമ്മുടെ പേര് വെച്ച് ഒരു സ്റ്റോറി, ന്യൂസ് സ്റ്റോറി അച്ചടിച്ച് വരിക, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു എഴുത്തുകാരൻ വല്ലാതെ അങ്ങ് സംതൃപ്തി അടയും. അങ്ങനെ കുറേ കാലം ഞാൻ ഈ ജേർണലിസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ സർഗാത്മക സാഹിത്യം എഴുത്ത് ഏതാണ്ട് മാറ്റിവെച്ചൊരു അവസ്ഥയായിരുന്നു. പകരം പത്രപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എഴുത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഉള്ളിൽ പെട്ടെന്ന് ഒരു ചിന്ത ഉണ്ടാകുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലെ ആ ഒരു സർഗാത്മക എഴുത്തുകാരൻ ഇല്ലാതായി പോകുമല്ലോ. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ പത്രപ്രവർത്തന കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ശ്രാദ്ധശേഷം എന്ന നോവൽ, എൻ്റെ ആദ്യത്തെ നോവൽ എഴുതുന്നത്. അതിനിടയ്ക്ക് ഒരു കഥ എഴുതിയിരുന്നു, പദയാത്ര ചീട്ട്. അതുപോലെ തന്നെ കോത്താഴം കുന്നിലെ സ്ഥിരാവകാശികൾ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിരുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റോറിയായിരുന്നു. ഈ പദയാത്ര ചീട്ടിന് SPCSൻ്റെ കാരൂർ പ്രൈസ് കിട്ടിയിരുന്നു 1986-ലാണ്, 85-ൽ. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സർഗാത്മക എഴുത്തും പത്രമെഴുത്തും തമ്മിലുള്ളൊരു സംഘർഷം ഇതിനകത്തുണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയാണ് ഞാൻ നോവലെഴുത്തിലേക്ക് കടക്കുന്നത്. നോവലെഴുത്തിലേക്ക് കടന്ന ആ നോവല് പ്രസിദ്ധീകരിച്ചൊരു പുസ്തക രൂപത്തിലേക്ക് ആവുന്ന സമയത്താണ് എനിക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഡെപ്യൂട്ടി കളക്ടറായിട്ട് സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്ക് ഞാൻ വരുന്നു. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് പിന്നെ എഴുത്ത് മാറുക. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥനായപ്പോൾ എനിക്കുണ്ടായൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, പത്രപ്രവർത്തനത്തിൽ എൻ്റെ ഉള്ളിലെ എഴുത്തുകാരൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം എപ്പോഴും എഴുത്താണ് ജോലി. എന്നും എഴുതും, റിപ്പോർട്ട് എഴുതും, ഫീച്ചറുകൾ എഴുതും. അതുകൊണ്ട് നമുക്ക് എന്നും എഴുത്തുണ്ട്. അതുകൊണ്ട് ഉള്ളിലൊരു എഴുതാനുള്ളൊരു ആർജ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ സർക്കാർ സർവീസിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്കൊരു എഴുതാനുള്ളൊരു ഔട്ട്ലെറ്റ് ഇല്ലാതായി തീരുക. അപ്പോൾ ഞാൻ എഴുത്തിനെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജോലിയുടെ വളരെ ഇപ്പം നമ്മൾ ഗവൺമെൻറ് സർവീസിൽ നമുക്കറിയാം വളരെ ഡ്രൈ ആയിട്ടുള്ള, വളരെ ഡള്ളായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ വളരെ ലൈവ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അപ്പോഴേ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു ഔട്ട്ലെറ്റ്, ഈ ഒരു തിരക്കിൽ നിന്നുള്ളൊരു ഔട്ട്ലെറ്റായിട്ട് എൻ്റെ എഴുത്ത് മാറുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തനം വിട്ടതിന് ശേഷമാണ് എഴുത്തിൽ ഞാൻ കൂടുതൽ സജീവമാകുന്നത്. ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡെപ്യൂട്ടി കളക്ടറായിട്ട് സർവീസിൽ വന്നതുകൊണ്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസർ പോലുള്ള പോസ്റ്റുകളൊക്കെ ഒരുപാട് ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ 8 വർഷത്തോളം 3 ജില്ലകളിലായിട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസറായിട്ടിരുന്നു. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ ആ ഒരു പദവി കൂടി ഉള്ളതുകൊണ്ട് ഒരുപാട് ഭാരിച്ച ജോലികളുണ്ടായിരുന്നു. അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉള്ളൊരു ജോലിയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുക വളരെ പ്രയാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ ആ ഒരു എഴുത്ത് ഇല്ലാതാവരുതെന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് ഞാൻ അതിനായിട്ട് സമയം കണ്ടെത്തുകയായിരുന്നു. ആ സമയം കണ്ടെത്തുന്ന പകൽ സമയം മുഴുവനും എനിക്ക് ജോലിക്ക് വേണ്ടി നീക്കി വയ്ക്കേണ്ടി വരും. പലപ്പോഴും ഒരു 8 മണിയായിട്ടൊക്കെ വീട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ ഓഫീസിൽ നിന്ന്. അതുവരെ ജോലി തിരക്കുണ്ടാവും. അപ്പോൾ ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടന്നതിന് ശേഷം ഇരുന്ന് എഴുതാൻ ശീലിച്ചു. അങ്ങനെ എൻ്റെ എഴുത്ത് മിക്കവാറും എല്ലാം സംഭവിച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. രാത്രി ഒരു 11 മണിക്കോ 12 മണിക്കോ ശേഷമൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് എഴുതും. അപ്പോൾ ആദ്യമൊന്നും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനെ പോലും അറിയില്ലായിരുന്നു ഞാൻ ഈ രാത്രി എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ എഴുതുന്നു എന്നുള്ള കാര്യം പോലും. പിന്നീടാണ് ഇതറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു രാത്രി കാലങ്ങളിൽ ഞാൻ എഴുത്തിന് വേണ്ടി മാറ്റിവെച്ചതുകൊണ്ടാണ് എനിക്കൊന്ന് കുറേ കഥകളൊക്കെ ആ സമയത്ത് എഴുതാനായിട്ട് പറ്റിയത്. അതിലേറ്റവും ഒരു വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പ്രണയത്തിൻ്റെ 3-ാം കണ്ണ് എന്ന നോവല് ഞാൻ എഴുതി തുടങ്ങി. അതിൻ്റെ ഒരു 11 ചാപ്റ്റർ എഴുതി കഴിഞ്ഞ് ഞാൻ അന്ന് സമകാലിക മലയാളം വാരികയുടെ പത്രാധിപരായിരുന്ന എസ് ജയന്ദ്രൻ നായർ സാറിനെ അയച്ചു കൊടുത്തു. സാറ് ഉടനെ ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. വേഗം ബാക്കിയോട് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എഴുത്തിങ്ങനെ തുടർന്ന് പോകുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് എന്നെ പാലക്കാട് ജില്ലാ കളക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്തത്. ഒരു ജില്ലാ കളക്ടറുടെ റോൾ അറിയാമല്ലോ. അപ്പം അവിടെ നമുക്ക് ഒന്നിനും എഴുത്തിന് ഒട്ടും നേരം കിട്ടാതെ വരും. അപ്പോൾ പക്ഷേ ഞാനിത് വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റിലായി. കാര്യം സമകാലിക മലയാളം നോവൽ അനൗൺസ് ചെയ്തു. എനിക്ക് നോവൽ ബാക്കി എഴുതി കൊടുക്കാതിരിക്കാനും വയ്യാത്തൊരു സ്ഥിതിയായി. പിന്നെ എനിക്ക് എൻ്റെ രാത്രികാലങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പം മിക്കവാറും ഞാൻ ഒരു നേരം വിളിക്കുന്നവരെയും
ചിലപ്പോൾ 2-3 മണിവരെയൊക്കെ ഇരുന്ന് എഴുതും. എഴുതിയിട്ട് ബാക്കിയുള്ള കുറേ സമയം കിടന്ന് ഉറങ്ങും. അപ്പോൾ ഉറക്കത്തിൻ്റെ സമയം അങ്ങോട്ട് പരമാവധി കുറച്ചു. പലപ്പോഴും ഞാൻ ഒരു 5 മണിക്കൂർ കഷ്ടിയാണ് ഉറങ്ങാറില്ല. ഇപ്പോഴും എൻ്റെ ഒരു ശീലം അങ്ങനെയാണ്. ഒരു ഒരു കഷ്ടി ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങുക. ബാക്കി സമയം അത്രയും കൂടുതൽ എഴുത്തിനും ഒക്കെ ആയിട്ട് വിനിയോഗിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരേ സമയം ഉദ്യോഗസ്ഥനായിട്ടും എഴുത്തുകാരനായിട്ടും പാർന്നാട്ടം നടത്താറുണ്ട്. അപ്പം ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഉദ്യോഗസ്ഥനാണ്, പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥനാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ്റെ റോളിൽ നിന്ന് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ്, സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ പൂർണ്ണമായിട്ടും എഴുത്തുകാരൻ്റെയും എഴുത്തിൻ്റെയും സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് എനിക്കൊരിക്കലും ഒരു തടസ്സമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള യാതൊരു പ്രയാസങ്ങളും എനിക്ക് എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കാര്യമെടുത്താലും അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത്. യന്ത്രമൊക്കെ പിന്നീട് പിൽക്കാലത്താണെങ്കിൽ പോലും അതിനു മുൻപ് പൊന്നിയും വേരുകളുമൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് തന്നെയാണ്. നമ്മളിത് 2 തലത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുക, നമ്മൾ രണ്ടിനോടും നീതി പുലർത്തേണ്ടതായിട്ട് വരും. ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് എഴുത്തിലേക്ക് വരാൻ കഴിയില്ല. ഒരു വളരെ പ്രശസ്തമായൊരു ബുദ്ധിസ്റ്റ് പഴമൊഴിയുണ്ട്, പൂർത്തിയാകാത്ത കർമ്മം മനസ്സിനെ മടുപ്പിക്കുന്ന വിഴുപ്പാണ് എന്ന് പറയാറുണ്ട്. മനസ്സിനെ തളർത്തുന്ന വിഴുപ്പാണ്. കാര്യം നമ്മളൊരു കർമ്മം പൂർത്തിയാക്കാതെ മറ്റൊന്നിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അതൊരു വിഴുപ്പായിട്ട് നമ്മുടെ തോളത്ത് തന്നെ കിടക്കും. അതുകൊണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് ബാക്ക്ലോഗ് ഇടാതെയാണ് ഞാൻ എൻ്റെ എഴുത്തിലേക്ക് വരാറുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്ക് എഴുത്തിൽ കൂടുതൽ ഫ്രീ ആയിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഈ 2 റോളുകൾ നമ്മൾ ഒരേ സമയം തന്നെ ഇത് പകർന്നാടുകയാണ്. ഒരേ സമയം നമ്മൾ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്നു, അവിടെ നമ്മളൊരു അടുത്ത പകർന്നാട്ടത്തിലൂടെ നമ്മൾ എഴുത്തിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ ഗൃഹസ്ഥനാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരനുമാണ്. പിന്നെയുള്ള എൻ്റെ സമയം മുഴുവനും എൻ്റെ കുടുംബജീവിതത്തിനും എൻ്റെ എഴുത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഇതിന് 2നും ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്, നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉഷ്ണരാശിയും ഇതുപോലെ തന്നെ ഒരു തിരക്കിൻ്റെ സൃഷ്ടിയാണ്. ഉഷ്ണരാശി എഴുതുന്ന സമയത്ത് ഞാൻ ഗ്രാമവികസന വകുപ്പിൻ്റെ കമ്മീഷണറായിരുന്നു. അപ്പോൾ ഞാൻ കോഴിക്കോട് കളക്ടറായിരിക്കുന്ന സമയത്ത് തന്നെ ഉഷ്ണരാശിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ പതുക്കെ തുടങ്ങിയിരുന്നു. ഒരു ഉഷ്ണരാശി എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു സ്പാർക്കിൽ നിന്ന് പറഞ്ഞൊരു കൃതിയാണ് ഉഷ്ണരാശി. ഞാൻ പാലക്കാട് ജില്ലാ കളക്ടറായിട്ട് ചുമതല ഏൽക്കാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം വായിക്കാനായിട്ട് കയ്യിൽ കരുതിയിരുന്നൊരു പുസ്തകമാണ് MT ചന്ദ്രസേനൻ്റെ പുന്നപ്ര വേലാർ ജ്വലിക്കുന്ന അധ്യായങ്ങൾ. ഈ പുസ്തകം അന്ന് പുന്നപ്ര വേലാർ സമരത്തിൽ പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിക്കാനുള്ള മാർച്ചിൽ നേതൃത്വം കൊടുത്തിരുന്ന സഖാവായിരുന്നു MT ചന്ദ്രസേനൻ. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ നേർക്കാഴ്ചകളാണ് പുന്നപ്ര വേലാർ ജ്വലിക്കുന്ന അധ്യായങ്ങൾ. ഞാൻ ട്രെയിനിലിരുന്ന് ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിനകത്ത് കാളിയരയത്തി എന്നൊരു അധ്യായം ഉണ്ടായിരുന്നു. ഈ കാളിയരയത്തി എന്ന അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഒരു ആഘാതമേറ്റൊരവസ്ഥയിലായിപ്പോയി. കാര്യം ഈ പുസ്തകത്തിൽ പറയുന്ന കാളിയരയത്തി എൻ്റെ ബാല്യകാലത്ത് എനിക്ക് വളരെയേറെ പരിചയമുള്ള, എൻ്റെ ജീവിതത്തെ തന്നെ പിടിച്ച് ഉലച്ച ഒരു കഥാപാത്രമാണ്. കാര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 8 വയസ്സ് വരെ ഞാൻ ആലപ്പുഴ ടൗണിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ പേടി സ്വപ്നമായിരുന്നു കാളിഭ്രാന്തി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അന്ന് ആലപ്പുഴ തെരുവുകളിലൂടെ ഒരു കയ്യിൽ അരിവാളും ഒരു തുരുമ്പിച്ച കൊയ്ത്തരിവാളും മറ്റേ കയ്യിൽ ഒരു വടിയും തോളത്ത് വലിയൊരു ഭാണ്ഡവുമായിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ നരച്ച് ഇങ്ങനെ പറന്നു കിടക്കും, കറുത്ത് ഇരുണ്ട നിറം, ചൊക്കിച്ചുളിഞ്ഞ ശരീരം, മാറ് മറയ്ക്കില്ല, അവിടെ ഇങ്ങനെ കല്ലുമാരകളൊക്കെ ഇങ്ങനെ ഇടും, താഴേക്ക് പലരും കൊടുക്കുന്ന പാവാടകളൊക്കെ ഇങ്ങനെ പിഞ്ചി കയറി ചിലപ്പോൾ ഒരു 6-7 പാവാടകൾ കാണും. ഇതാണ് കാളി ഭ്രാന്തിയുടെ വേഷം. അപ്പോൾ ഈ കാളിഭ്രാന്തി എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ആഹാരം കഴിച്ചില്ല അമ്മമാർ പറയുന്ന കാളിഭ്രാന്തി വരുന്നവർ ഇപ്പോൾ പിടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള മുഴുവൻ കുട്ടികളുടെയും
പേടി സ്വപ്നമായിരുന്നു കാളിഭ്രാന്തി. അപ്പം എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് ഞാനവിടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ അവിടെ എന്നെ ചേർത്തിരുന്നത്. അപ്പോൾ 2ാം ക്ലാസ് വരെ എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരു സൈക്കിൾ റിക്ഷ ഏർപ്പാട് ചെയ്തിരുന്നു. അന്നൊക്കെ ആലപ്പുഴ സൈക്കിൾ റിക്ഷകളായിരുന്നു. പക്ഷേ എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ഭയങ്കര ക്രോണിക് ഡയബറ്റിക് ആയിട്ട് അച്ഛൻ ലെയ്ഡപ്പ് ആവുന്നു. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമാവുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ വരുമാനമില്ലാതാവുന്നു. അച്ഛൻ 2 വർഷത്തോളം കിടപ്പിലായി, ചികിത്സയിലായി. അപ്പം പിന്നെ വീട്ടിൽ ഈ സൈക്കിൾ റിക്ഷ വരാതായി. അപ്പം അമ്മ എന്നോട് പറഞ്ഞ് ഇനി നടന്നു പോകണം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകണം. ഒരു ഇടവഴി കടന്ന് മെയിൻ റോഡ് കടന്ന് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോഴെൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എപ്പോഴെങ്കിലും പോയി കാളിഭ്രാന്തിയുടെ മുന്നിൽ അകപ്പെടുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം ഞാൻ പേടിച്ചതുപോലെ തന്നെ ഞാനൊരു കാളിഭ്രാന്തിയുടെ മുന്നിൽ ചെന്ന് അകപ്പെടുകയാണ്. ആ വഴിയിൽ ഒരാൾ പോലുമില്ല, വിജനമായ വഴിയാണ്. അപ്പോൾ പെട്ടെന്ന് കാളിഭ്രാന്തിക്ക് ഒരു സ്വഭാവമുണ്ട്. കുട്ടികളെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ ഒരു വിഭ്രാന്തി പെട്ടെന്ന് കൂടും. പെട്ടെന്ന് ഇങ്ങനെ നാക്കെല്ലാം നീട്ടി അലറി വിളിക്കുകയൊക്കെ ചെയ്യും, ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നെ കണ്ടു ഇതുപോലെ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു ഇല്ലിവേലയുടെ അടുത്ത് ഇരിക്കുകയായിരുന്ന കാളിഭ്രാന്തി പെട്ടെന്നൊരു ഭ്രാന്തിലേക്കുള്ളൊരു പകർന്നാട്ടം ഉണ്ടായി. ചാടി എഴുന്നേറ്റ് നാക്കെല്ലാം നീട്ടി അലറി വിളിച്ച് അരിവാളും മറ്റേ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യണം. പെട്ടെന്ന് ഞാൻ സ്തബ്ധനായിട്ട് എനിക്ക് ഒന്നും അറിയില്ല. എന്നെ കൊല്ലും എന്നുറപ്പായി. ഞാൻ ഉറക്കെ അങ്ങ് വിളിക്കുകയാണ്, അമ്മയെന്ന് ഉറക്കെ വിളിച്ച് അലറുകയാണ് ഞാൻ. കാര്യം ഒരു ഇടവഴിയുടെ എൻഡിലാണ്. അപ്പോൾ ഇടവഴി തിരിയുന്നിടത്താണ് എൻ്റെ വീട്. അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മ കേട്ട് ഓടി വരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ അമ്മയെന്ന് ഉറക്കെ വിളിച്ച് കരയുകയാണ്. ആ സമയത്ത് എൻ്റെ ഈ അമ്മയെന്നുള്ള വിളി കേൾക്കുകയും പെട്ടെന്ന് ഈ കാളിഭ്രാന്തി അങ്ങ് സ്തബ്ധയായിട്ട് അങ്ങ് നിന്നു പോവുകയാണ്. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് അരിവാൾ താഴെ വീഴുന്നു, വടി താഴെ വീഴുന്നു. കാളിഭ്രാന്തി എന്നെ ഇങ്ങനെ വല്ലാത്തൊരു വാത്സല്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ജീവച്ഛവമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 6 വയസ്സുള്ള കുട്ടി ജീവച്ഛവമായിട്ട് കാളിഭ്രാന്തിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ കാളിഭ്രാന്തി വളരെ സൗമ്യമായ സ്വരത്തിൽ എന്നോട് പറയുകയാണ്, പൊന്നുമക്കൾ പൊയ്ക്കോ, കാളി ഒന്നും ചെയ്യത്തില്ല, പേടിക്കണ്ട, പൊയ്ക്കോ എന്ന് പറയുന്നു. അതുവരെ കണ്ട ഒരു കാളിഭ്രാന്തി അല്ല എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്കതൊരു വല്ലാത്തൊരു അമ്പരപ്പും. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഒരടവാണോ, എന്നെ പിടിച്ച് ഭാണ്ഡത്തിലിട്ടുകൊണ്ട് പോകാനാണോ? പക്ഷെ അപ്പോൾ ഇവർ പെട്ടെന്ന് പുറകിലോട്ട് ഇങ്ങനെ മാറിയിട്ട് ആ ഇല്ലിവേലിയോട് ചേർന്ന് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് പറഞ്ഞു, മക്കൾ പൊയ്ക്കോ, കാളി ഒന്നും ചെയ്യത്തില്ല എന്ന് ഒരു അമ്മയുടെ വാത്സല്യത്തോടെയാണ് എന്നോട് പറയുന്നത്. ഇതെന്നെ വല്ലാതെ ഒരു ഒലച്ച സംഭവമാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്നു, പനി പിടിച്ച് കിടന്നു. അതിനുശേഷം കാളിഭ്രാന്തി വീട്ടിൽ വരും, ഇങ്ങനെ പിച്ച ചോദിച്ച് വരും, അമ്മ ആഹാരം കൊടുക്കും. അപ്പോഴും എന്നെ കാണുമ്പോൾ കാളിഭ്രാന്തി പഴയ പോലെ തന്നെ നാക്ക് നീട്ടും, ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു നിമിഷം എന്തുകൊണ്ട് കാളിഭ്രാന്തി അങ്ങനെ ഒരു പകർന്നാട്ടമുണ്ടായി. ഭ്രാന്തിൽ നിന്നൊരു അമ്മയുടെ അവസ്ഥയിലേക്ക്, ഒരു വാത്സല്യത്തിലേക്ക് അങ്ങനെ പകർന്നാട്ടമുണ്ടായി. ഇതെനിക്കൊരു അതിശയമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. ഒരു 2 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ചേർത്തലയിൽ പോയതിന് ശേഷം ഒരിക്കൽ ആലപ്പുഴ ടൗണിൽ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, കാളിഭ്രാന്തി വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാ ഒരു പേടി ഉള്ളിലുണ്ട്. അപ്പോഴവർ പറയുന്നത് കാളിഭ്രാന്തി മുല്ലക്കല തെരുവിൽ കിടന്ന് ചത്തുപോയി എന്ന് പറയുന്നു. ഞാനിവിടെ എം ടി ചന്ദ്രസേനൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ അത് ആഘാതം ഏൽപ്പിക്കാൻ കാര്യം, ഈ കാളിഭ്രാന്തിയാണ് ഇതിലെ കാളിയരേത്തി. ഈ പുനഃപ്രവലാർ സമരത്തിൻ്റെ ഭാഗമായ കാളിയരേത്തിയായിരുന്നു ഞങ്ങളുടെ കാളിഭ്രാന്തി. ഈ കാളിയരേത്തിക്ക് ഒരു കഥയുണ്ട്. കാളിയരേത്തിക്ക് കൃഷ്ണനെന്നും ഗോപാലെന്നും പേരുള്ള 2 ആൺമക്കളുണ്ടായിരുന്നു. 16ഉം 18ഉം വയസ്സുള്ള 2 കുട്ടികൾ. ഇവർ പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിക്കാനായിട്ട് അവിടുന്ന് ജാഥയായിട്ട് പോയി. ജാഥയായിട്ട് അവിടുന്ന് പോയവരൊക്കെ തന്നെ തിരിച്ചു വന്നു. കൃഷ്ണനും ഗോപാലനും തിരിച്ചു വന്നില്ല. അപ്പോൾ കാളിയരേത്തി അന്നവർക്ക് ഭ്രാന്തൊന്നുമില്ല. കാളിയരേത്തി 2 മക്കളെയും കാത്തിരിക്കുകയാണ്. മീൻകറിയൊക്കെ വെച്ച് രാത്രി കഞ്ഞിയും ഉണ്ടാക്കി കാത്തിരിക്കുക. മക്കൾ വരുന്നില്ല. അപ്പോൾ കൂടെ പോയവരോടൊക്കെ ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ കൃഷ്ണനെയും ഗോപാലിനെയും കണ്ടോ? അവരൊക്കെ പറയുന്നു അവർ വരും എന്ന് പറയുന്നു. പിറ്റേന്നും ചോദിക്കുന്നു, വരും എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ല. ഇങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു CID കാളിയരേത്തിയുടെ വീട്ടിൽ വരികയാണ്. അയാൾ പറഞ്ഞാൽ അറിയുന്നത് കൃഷ്ണനും ഗോപാലിനും പുന്നപ്ര പോലീസ് ആക്രമണത്തിൽ വെടിയേറ്റ് മരിച്ചുപോയിന്ന്. ആ നിമിഷം ഈ അമ്മയുടെ മാനസിക നില മാറുകയാണ്. പിന്നെ കാളിയരേത്തിയെ നാട്ടുകാർ കാണുന്നൊരു ഭ്രാന്തിയായിട്ടാണ്. പുനപ്ര സമരത്തിൻ്റെ വിചാരണ നടക്കുന്ന, വെടിവെപ്പിൻ്റെ വിചാരണ, പോലീസ് ക്യാമ്പ് ആക്രമിച്ചതിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് ജഡ്ജിയുടെ ചേംബറിലേക്ക് ഇവർ എൻ്റെ മക്കളെ കാണിച്ചാടാന്ന് പറഞ്ഞ് അതിന് ഭ്രാന്തമായിട്ട് അലറി വിളിച്ച് പോയൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ബോട്ടിൽ യാത്രക്കാരോടൊക്കെ ചോദിക്കും, എൻ്റെ മക്കളെ കണ്ടോ, എൻ്റെ കൃഷ്ണനെയും ഗോപാലിനെയും കണ്ടോ മക്കളെ എന്ന് ചോദിക്കും. തിരിച്ച് അതേ ബോട്ടിൽ തിരിച്ചു വരും, ആ യാത്രക്കാരോടും ചോദിക്കും. പിന്നീട് ബോട്ടിൽ ഇവരെ കയറ്റാതായി. അങ്ങനെയാണ് ഈ കാളിയരേത്തി എന്ന കാളിഭ്രാന്തി മുല്ലക്കൽ തെരുവിലൂടെ അലയാൻ തുടങ്ങിയത്. ആ കാളിയരേത്തിയാണ്
എൻ്റെ അമ്മയെന്നുള്ള വിളി കേട്ടിട്ട് പെട്ടെന്ന് സ്തബ്ധയായി നിന്ന് ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ നിന്നും വാത്സല്യം നിറഞ്ഞൊരു അമ്മയുടെ അവസ്ഥയിലേക്ക് പകർന്നാട്ടം നടത്തി. എനിക്കൊന്നും ഒരു പക്ഷേ കൃഷ്ണൻ്റെയോ ഗോപാലൻ്റെയോ വിളിയായിരുന്നിരിക്കണം കാളിയരയത്തെ ആ സമയത്ത് കേട്ടത്, അല്ലെ കാളിഭ്രാന്തി ആ സമയത്ത് കേട്ടത്. അതുകൊണ്ടായിരിക്കണം അവർ പെട്ടെന്ന് അവർ മാതൃവാത്സല്യം എന്നോട് കാണിച്ചത്. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും പുന്നപ്ര സമരം പശ്ചാത്തലമായിട്ടൊരു എഴുത്ത് വേണം എന്നെനിക്കൊരു ആശയമുണ്ടാകുന്നത്. കാര്യം ഇതുപോലെ എത്രയോ പേര്, മക്കളില്ലാത്തവർ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ, ഉടപ്പറന്നവർ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ എത്രയോ പേര് അനാഥരായി കാണും. അങ്ങനെ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ടൊരു രേഖകളൊന്നുമില്ല, കൃത്യമായിട്ട് ആർക്കൈവ് ഒന്നുമില്ല. അപ്പോൾ എനിക്കൊരു 4 വർഷം വേണ്ടി വന്നു. ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെയൊക്കെ പോയി കണ്ട്, സമരത്തിൽ പങ്കെടുത്ത സമര സഹാക്കൾ, അവരൊക്കെ 90-ലൊക്കെ എത്തിയവരായിരുന്നു. അവരെല്ലാം കണ്ട് അവരോടൊക്കെ ചോദിച്ചറിഞ്ഞ് 4 വർഷത്തോളം ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെ എടുത്തു. അപ്പോൾ പലപ്പോഴും എൻ്റെ ഈ വീക്കെൻഡിലുള്ള യാത്രകളിലൊക്കെയാണ് ഞാൻ ശനി, ഞായർ, സെക്കൻഡ് സാറ്റർഡേ അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ ഇതിനു വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 4 വർഷം നീണ്ട തിരക്കിനിടയിൽ, ഒരു 4 വർഷം നീണ്ട അന്വേഷണത്തിലൂടെയാണ് പുന്നപ്ര സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം കിട്ടുന്നതും ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം എനിക്ക് മെനഞ്ഞെടുക്കാൻ കഴിയുന്നതും അങ്ങനെ ഉഷ്ണരാശി എന്നൊരു നോവൽ എഴുതാൻ കഴിയുന്നതും. അതും ഇതുപോലെ തന്നെ ഗ്രാമവികസന കമ്മീഷണറായിട്ട് ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഞാൻ എഴുതുന്നത്. ഇടലാക്കുടി പ്രണയരേഖകൾ സത്യം പറഞ്ഞാൽ ഉഷ്ണരാശിയുടെ ഒരു ഓഫ് ഷൂട്ടാണ്. ചിന്ത പ്രസിദ്ധീകരിച്ച നോവലാണ്. ഇടലാക്കുടി പ്രണയരേഖകളിൽ കൃഷ്ണപിള്ള സഖാവിൻ്റെ 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഇടലാക്കുടി ജയിലിലെ ജീവിതവും, ജയിലിന് പുറത്ത് പരസ്പരം കാണാതെ, പരസ്പരം മിണ്ടാതെ ശുചീന്ദ്രൻ തെരുവിൽ ജീവിച്ചിരുന്ന തങ്കമ്മയുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. സത്യം പറഞ്ഞാൽ കൃഷ്ണപിള്ള സഖാവും തങ്കമ്മയുമായിട്ട് ഈ 1.5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ മാത്രം ഒരു ഫ്ലാഷ് പോലെ കാണുന്നുള്ളൂ, അല്ലാതെ ഒരുമേ കാണുന്ന പോലുമില്ല. പരസ്പരം മിണ്ടാനും അവർക്ക് സാഹചര്യമില്ല. പക്ഷേ പരസ്പരം മിണ്ടാതെയും കാണാതെയും ബഷീറിൻ്റെ മതിലുകളിൽ ബഷീറും നാരായണിയും തമ്മിൽ സ്നേഹിക്കുന്നത് പോലെ പക്ഷെ ഇവിടെ മിണ്ടാൻ പോലും അവസരം കിട്ടുന്നില്ല. അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നൊരു പ്രണയമാണ് ഈ ഇടലാക്കുടി പ്രണയരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃഷ്ണപിള്ള സഖാവിൻ്റെ ജീവിതമാണ്. പിന്നെ അതിനുശേഷം 7 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു. പക്ഷേ കൃഷ്ണപിള്ള സഖാവ് 1.5 വർഷം കഴിഞ്ഞ് ജയിലിറങ്ങി വന്ന് തങ്കമ്മയെ വിവാഹം ചെയ്ത് കഴിഞ്ഞ് തങ്കമ്മയോട് പറയുന്ന വാചകമാണ് ഏറ്റവും നമ്മളെ സ്പർശിക്കുന്നത്. അദ്ദേഹം എത്രത്തോളം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് ആ വാചകം. തങ്കം, പാർട്ടി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രണയം നിന്നോടാണ് എന്നാണ് പറഞ്ഞത്. അല്ല, തങ്കം നിന്നോടാണ് എനിക്ക് ഏറ്റവും പ്രണയം എന്നല്ല പറഞ്ഞത്. പാർട്ടി കഴിഞ്ഞാൽ, പ്രസ്ഥാനം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രണയം, ഏറ്റവും ഇഷ്ടം എനിക്ക് നിന്നോടാണ് എന്നാണ് തങ്കമ്മയോട് പറയുന്നത്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള 7 വർഷത്തെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പരിഗണന പാർട്ടിക്കും പ്രസ്ഥാനത്തിനും തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തങ്കമ്മയ്ക്കുള്ള പ്രാധാന്യം. അങ്ങനെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ പ്രണയത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു രേഖാചിത്രമാണ് ഇടലാക്കുടി പ്രണയരേഖകൾ എന്ന നോവൽ. അതെ, പ്രണയത്തിന് കാരണമാകുന്നതും വളരെ വളരെ രസകരമായൊരു കഥയാണ്. കാര്യം കൃഷ്ണപിള്ള സഖാവിനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ ജയിലിൽ കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ ജയിലിൽ അദ്ദേഹം ഭയങ്കര ഒരു പ്രക്ഷോഭകാരിയാണെന്ന് കണ്ടിട്ട് അവിടെ നടക്കുന്ന എല്ലാ അനീതിയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. എന്നാൽ പിന്നെ പാണ്ഡികളുടെ ജയിലാണ് ഇടലാക്കുടി, അവിടെ കൊണ്ടിടാം, അവിടെ ആകുമ്പോൾ നല്ല ഇടി കിട്ടും, പാണ്ഡികൾ ദാക്ഷിണ്യമില്ല, ഇടിക്കും എന്ന് പറഞ്ഞ് ജയിലർമാർ ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണപിള്ള സഖാവിനെ ഇടലാക്കുടിയിലേക്ക് കൊണ്ടുപോയ കാര്യം ആരും അറിയുന്നില്ല. അപ്പോൾ കൃഷ്ണപിള്ള സഖാവ് എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രകടനങ്ങളൊക്കെ നടക്കുന്നു. മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ എഡിറ്റോറിയൽ കൃഷ്ണപിള്ള എവിടെ എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ വരുന്നു. കൃഷ്ണപിള്ള സഖാവ് ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരക്കുന്നു. ഇതെല്ലാം കൃഷ്ണപിള്ള സഖാവിൻ്റെ ചെവിയിൽ എത്തുന്നുണ്ട് ജയിലിൽ വെച്ച്. ഇത് പക്ഷേ പുറം ലോകത്തെ അറിയിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ പുറത്തുള്ള സഹാക്കളെ അറിയിക്കണം, EMS പോലുള്ള സഹാക്കളെ അറിയിക്കണം, ഞാനിവിടെ ഇടലാക്കുടി ജയിലിലുണ്ട് എന്ന് അറിയിക്കണം. അതിനുവേണ്ടി ഇദ്ദേഹത്തിന് ഒരു മാർഗം അദ്ദേഹം ആരായുകയാണ്. അപ്പോൾ അദ്ദേഹം വാരണസിയിൽ പോയിട്ട് ഹിന്ദി വിശാരദെല്ലാം കഴിഞ്ഞ് വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരാശയം, ഹിന്ദി പഠിച്ച ഒരാളെ ബന്ധപ്പെടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വഴി ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹം അവിടെ ഇടലാക്കുടി ജയിലിൽ പതിവായിട്ട് വരുന്നൊരു 5 രൂപ പോലീസ് എന്ന് പറയും. അന്ന് 5 രൂപ ശമ്പളത്തിൽ പോലീസുകാരെ നിയമിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു പോലീസുകാരനായിരുന്നു അയ്യാപിള്ള. അയ്യാപിള്ള എന്ന് പറയുന്ന ഒരു പാതി തമിഴും പാതി മലയാളവുമായിട്ടുള്ളൊരു പോലീസുകാരൻ. അദ്ദേഹം
ജയിലിൽ വരുമ്പോൾ ഇദ്ദേഹം ചങ്ങാത്തം കൂടിയിട്ട് പറയും, അയ്യാപിള്ള എനിക്കൊരു ഹിന്ദി പുസ്തകം വായിക്കാൻ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ ഹിന്ദി പുസ്തകം വായിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചപ്പം കൃഷ്ണപിള്ള സാഹിബിൻ്റെ ഉദ്ദേശം ആ, ഹിന്ദി അറിയാവുന്ന ഹിന്ദി പ്രചാരകൻ ഒരു കൃഷ്ണദാസ് നാഗർകോവിലുണ്ട്, മിക്കവാറും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നായിരിക്കും പുസ്തകം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പരിചയമുണ്ട്, അദ്ദേഹം വഴി പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാം എന്നാണ് കരുതിയത്. പക്ഷെ അയ്യാപിള്ള കൊണ്ട് കൊടുക്കുന്ന പുസ്തകം തങ്കമ്മ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ, നാഗർകോവിൽ ഹിന്ദി പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിലിരുന്ന പുസ്തകമാണ്. അങ്ങനെ ഓരോ തവണയും അയ്യാപിള്ള കൊണ്ട് കൊടുക്കുന്ന പുസ്തകങ്ങളെല്ലാം ഈ തങ്കമ്മയോട് വാങ്ങുന്ന ഹിന്ദി പുസ്തകങ്ങളാണ്. പക്ഷേ ആ പുസ്തകങ്ങളുടെ കൃഷ്ണപിള്ള സഖാവ് ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയ്ക്കുള്ളിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പുകളിലൂടെ ഈ പുസ്തകം കൊടുക്കുന്ന ആളുമായിട്ട് കൃഷ്ണപിള്ള സഖാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിക്കണമെങ്കിൽ പുറം ലോകവുമായിട്ട് ഇവർ മുഖേന ബന്ധപ്പെടണം. അങ്ങനെ ഇദ്ദേഹം ആദ്യം ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഞാൻ ഒരു കത്ത് ഇതിനകത്ത് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആര്യാപള്ളം എന്ന സഖാവിന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശത്തോടെ ഒരു കത്ത് വയ്ക്കുന്നു. ഇങ്ങനെ ഓരോ സഖാക്കൾക്കുള്ള കത്തുകൾ അദ്ദേഹം ഇതിനകത്ത് എഴുതി വയ്ക്കും. തങ്കമ്മയോട് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഈ കത്ത് തപാലിൽ അയച്ചു കൊടുക്കണം എന്ന റിക്വസ്റ്റോടെയാണ് ഈ പുസ്തകങ്ങൾ അയക്കുന്നത്. അങ്ങനെ ഈ പുസ്തകങ്ങളുടെ പുറംചാട്ടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന രേഖകളിലൂടെ, അല്ലെങ്കിൽ പ്രണയരേഖകളിലൂടെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടലാക്കുടി പ്രണയരേഖകൾ എന്ന് പേരിട്ടിരിക്കുന്നത്. എടലാക്കുടി ജയിലിൽ നിന്ന് ഈ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ രേഖകളിലൂടെയാണ് കൃഷ്ണപിള്ള സഖാവും തങ്കമ്മയുമായിട്ട് പ്രണയത്തിലാവുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൊണ്ട് നടക്കുന്നത്, ഈ തങ്കമ്മ എന്ന് പറയുന്ന വളരെ യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ട ഒരു നമ്മുടെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ പൂജാരിയായ ഹനുമാൻ പോറ്റി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്ന ഒരു പോറ്റിയുടെ മകളായ തങ്കമ്മയ്ക്ക് ഈ കമ്മ്യൂണിസം എന്താണെന്ന് പഠിപ്പിച്ചുകൂടി ചെയ്യുന്നുണ്ട് ഈ രേഖകളിലൂടെ. തങ്കമ്മയെ കമ്മ്യൂണിസം പഠിപ്പിക്കാവുന്ന ഒരു ജോലി കൂടെ ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ്. പിന്നീട് ഇവരെ തിരിച്ചറിയുക, ഇവരുടെ പ്രണയം ഇവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ പ്രണയം തിരിച്ചറിഞ്ഞുകൂടി തങ്കമ്മ ജീവിതത്തിലേക്ക് വരുന്ന ഉറപ്പാകുന്നതോടി ഇദ്ദേഹം കൂടുതലായിട്ട് ഈ തങ്കമ്മയെ എന്താണ് കമ്മ്യൂണിസം എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം കാണാതെ പരസ്പരം കേൾക്കാതെ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടകളിൽ ഒളിപ്പിച്ചു വെച്ച രേഖകളിലൂടെ ആണ് കൃഷ്ണപിള്ള സഖാവും തങ്കമ്മയുമായിട്ട് പ്രണയിക്കുന്നത്. 1.5 വർഷത്തോളം ജയിലിറങ്ങി വന്ന് നേരെ തങ്കമ്മയുടെ വീട്ടിൽ ചെല്ലുന്നു. വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണത്. അതിനുശേഷം പിറ്റേന്ന് തങ്കമ്മയെ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതാണ് ശരിക്കും എടലാക്കുടി പ്രണയരേഖകളുടെ കഥ. ദേവരതി DC ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ യാത്രകളാണ്. ദേവരതി ശരിക്കും എൻ്റെ പ്രണയത്തിൻ്റെ 3-ാം കണ്ണ് എന്ന നോവൽ എഴുതാൻ വേണ്ടി ഞാൻ നടത്തിയ യാത്രകളും അതിനാവശ്യമായിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽസ് കണ്ടെത്താനുമായിട്ട് ഞാൻ നടത്തിയ, ഇന്ത്യക്കകത്തും പുറത്തുമായി നടത്തിയ യാത്രകളുടെ വിവരണമാണ് ശരിക്കും ദേവരതി എന്ന് പറയുന്നത്. അതിന് ദേവരതി എന്ന പേരിടാനുള്ള കാരണം തന്നെ താന്ത്രിക് ബുദ്ധിസ്റ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. അപ്പം പ്രണയത്തിൻ്റെ 3-ാം കണ്ണ് ഒരു താന്ത്രിക് ബുദ്ധിസമാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. നമുക്കൊന്നും വലിയ പരിചയമില്ലാത്ത ഒരു വജ്രയാനിസം എന്ന് പറയും, അല്ലെങ്കിൽ ബുദ്ധ തന്ത്ര എന്ന് പറയുന്ന ഒരു ബുദ്ധ മതത്തിൻ്റെ തന്നെ ഒരു ഘടകമാണത്. അത് പൊതുവെ പറയുന്നത് ഇങ്ങനെയാണ്: ബുദ്ധമതത്തിൻ്റെ വീൽ ഓഫ് ധർമ്മചക്രം 3 വട്ടം തിരിഞ്ഞു. അതിൽ 1-ാമത്തെ തിരിവിലാണ് ഹീനയാനിസം ഉണ്ടാകുന്നത്, 2-ാമത്തെ തിരിവിലാണ് മഹായാനിസം ഉണ്ടാകുന്നത്. ധർമ്മചക്രത്തിൻ്റെ 3-ാമത്തെ തിരിവാണ് വജ്രയാനിസം എന്നാണ് പറയുന്നത്. വജ്രയാനിസം എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ ഈ മഹായാനിസത്തിലെയും ഹീനയാനിസത്തിലെയും കണിശതകളോടും ഈ കാർക്കശ്യങ്ങളോടുമൊക്കെ എതിരിടുന്ന ഒരു സമൂഹം, ബുദ്ധ സമൂഹത്തിനിടയ്ക്ക് ഇങ്ങനെ പുതിയൊരു തലമുറ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അവരെ രഹസ്യ സമാജ യോഗങ്ങളൊക്കെ ചേർന്ന് അവരിതിനെതിരെ എങ്ങനെ ഇതിനെ ചെറുത്ത് നിൽക്കാം, എങ്ങനെ പുതിയൊരാശയം ഇവോൾവ് ചെയ്യാം, എങ്ങനെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ബുദ്ധ പദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും, അല്ലെങ്കിൽ നിർവ്വാണത്തെ പ്രാപിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കാലങ്ങൾ കൊണ്ട് നടന്ന അന്വേഷണങ്ങളാണ്. ആ അന്വേഷണങ്ങളാണ്ട് ഒരു AD 3-ാം നൂറ്റാണ്ടോടെയാണ് അതിന് ഗുഹ്യ സമാജ തന്ത്ര പോലുള്ള ചില ആശയഗ്രന്ഥങ്ങളുടെ ഉൽപ്പാദനത്തിന് ഇടയാവുന്നത്. അപ്പം ഇത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ കിട്ടാനില്ല. മലയാളത്തിലെ പുസ്തകങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാനില്ല. ഇംഗ്ലീഷിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഓഷോയുടെ ദ തന്ത്ര എക്സ്പീരിയൻസ് എന്നൊരു പുസ്തകം വായിച്ചപ്പോഴാണ് ഈ ഒരു ആശയം എനിക്ക് കിട്ടുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലാവുന്ന ഓഷോ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ താന്ത്രിക് ബുദ്ധിസ്റ്റിനെ ആസ്പദമാക്കിയാണ്. അങ്ങനെ ഓഷോയിലൂടെ ഞാൻ കുറേ അന്വേഷണം നടത്തി. അവിടുന്ന് അന്വേഷണം തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ എൻ്റെ യാത്രകളിലൂടെയാണ് ഞാൻ പിന്നീട് ഈ
പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണ് എന്ന നോവൽ എഴുതാനുള്ള മെറ്റീരിയൽസ് ശേഖരിക്കുന്നത്. അതിനുവേണ്ടി നടത്തിയ യാത്രകളാണ് ശരിക്കും യാത്രകളുടെ യാത്രാ അനുഭവങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് നമുക്ക് വിചിത്രമായി എനിക്ക് തോന്നിയ ഒരുപാട് കാര്യങ്ങളുമൊക്കെയാണ് ഈ ദേവരതി എന്ന ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ട്. നമ്മുടെ പല കഥാപാത്രങ്ങളും രൂപപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ കാഴ്ചകളിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുമൊക്കെയാണ്. പക്ഷേ പലപ്പോഴും അത് നമ്മൾ കഥയിൽ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ നോവലിലൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കഥാപാത്രം ഒരിക്കലും ചിലപ്പം ഒരു കഥാപാത്രമായിരിക്കില്ല, പല കഥാപാത്രങ്ങളുടെ ഒരു മിക്സ് ആയിരിക്കും. പക്ഷേ എൻ്റെ ആദ്യ നോവലിലെ ശ്രാദ്ധശേഷത്തിൽ കണിയാൻകോഴി എന്നൊരു കഥാപാത്രമുണ്ട്. ആ കണിയാൻകോഴി എന്ന് പറഞ്ഞാൽ കണിയാൻ ഭ്രാന്തൻ എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിച്ചിരുന്ന എൻ്റെ കുട്ടിക്കാലത്ത് ചേർത്തലയിൽ ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ കണ്ട വളരെ വിചിത്ര കഥാപാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ അപാര പാണ്ഡിത്യമുള്ളൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിലും ഈ നാറാണത്ത് ഭ്രാന്തനെ പോലെ ഭയങ്കര മന്ദമായിട്ട് നടക്കുകയാണ്. അന്ന് ചേർത്തല മന്ദിരമൊക്കെ വളരെ പേരുകേട്ട സമയമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിലും പെരുമന്താണ്. ഈ പെരുമന്തും വലിച്ച് ഈ കടവാതിൽ പോലുള്ള ഇങ്ങനെ അയഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടാണ് ഈ ഇങ്ങനെ ചപ്ര തലമുടിയൊക്കെ ആയിട്ടാണ് ഈ കണിയാൻകോഴി ഇങ്ങനെ ഞങ്ങളുടെ നടവരമ്പുകളിലൂടെയൊക്കെ നടന്നു പോകുന്നത്. ഇദ്ദേഹത്തിന് ഭയങ്കര പാണ്ഡിത്യമാണ് ജ്യോതിഷത്തിൽ. പക്ഷേ ജ്യോതിഷത്തെക്കുറിച്ച് ഇദ്ദേഹം എന്തെങ്കിലും പ്രവചിക്കാൻ തുടങ്ങുമ്പോഴേ അദ്ദേഹം മറന്നുപോകും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കണിയാൻ കോഴി എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് കോഴിയുടെ ഓർമ്മയാണ്, കോഴിയുടെ ബുദ്ധിയാണെന്ന് പറയും. പെട്ടെന്ന് ഇദ്ദേഹം മറന്നുപോകും. ഇത് പറയാൻ വരുമ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. അപ്പം അങ്ങനത്തെ ഒരു വിചിത്ര കഥാപാത്രം എൻ്റെ ആദ്യത്തെ നോവലിൽ വന്നു. പിന്നെ എൻ്റെ നോവലുകളിലും കഥകളിലും ഒക്കെ തന്നെ എൻ്റെ നാട്ടിലെ അധികവും ചേർത്തലയിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. ചേർത്തലയിൽ ഞാൻ കണ്ടെത്തിയ കഥാപാത്രങ്ങളും ചേർത്തലയുടെ ഭൂമികയുമൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ കാലത്ത് പറഞ്ഞിരുന്ന കരപ്പുറം എന്നാണ്. ചേർത്തല ഉൾപ്പെടുന്ന പ്രദേശത്തിന് കരപ്പുറം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കരപ്പുറത്തിൻ്റെ തനതായിട്ടുള്ള ഡയലക്റ്റും അവിടുത്തെ കരപ്പുറത്തിൻ്റെ തനതായിട്ടുള്ള കാഴ്ചകളുമൊക്കെയാണ് എൻ്റെ പല കഥകളിലും നോവലുകളിലൊക്കെ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി വളരെ ചുരുക്കം കൃതികളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൽ ഒന്ന് അപ്പൂപ്പൻ മരവും ആകാശപ്പൂക്കളും എന്നുള്ളൊരു ചെറിയ ഫാൻറ്റസിയുടെ ലോകത്തുള്ളൊരു ഒരു പാരിസ്ഥിതിക വിഷയമാണത്. ആ ഒരു പാരിസ്ഥിതിക വിഷയം കുട്ടികളുടെ ഉള്ളിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ഫാൻറ്റസിയുടെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പം മാലാഹ തുമ്പികളെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ ഫെയറി ടൈൽസിലൊക്കെ പറയുന്ന ഫെയറീസ് ഉണ്ട്. ഫെയറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന യക്ഷികളല്ല, അവർ ചെറിയ തുമ്പികളുടെ വലിപ്പമുള്ള കുഞ്ഞു മാലാഹമാരാണ്. അങ്ങനെയുള്ള മാലാഹയാണ് ഞാൻ ഈ കഥയിൽ കൊണ്ടുവരുന്നത്, മാലാഹ തുമ്പിയായിട്ട്. ആ മാലാഹ തുമ്പിയും കുട്ടിയുമായിട്ടുള്ള സംവാദത്തിലൂടെ ഒരു പുതിയൊരു പാരിസ്ഥിതിക ബോധം കുട്ടികളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പൂപ്പൻ മരവും ആകാശപ്പൂക്കളും. അത് തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മീനുക്കുട്ടി കണ്ട ലോകം എന്ന പേരിൽ ഇതേ പ്രമേയം തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന പേരിൽ എൻ്റെ തന്നെ ജീവിതാനുഭവങ്ങൾ ചേർത്ത് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. കഥകളാണ്, അനുഭവ കഥകൾ തന്നെയാണ്. അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരുപാട് പ്രതികൂല അവസ്ഥകളിലൂടെ കടന്നു വന്നൊരു ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭൂമിയിലേക്ക് ജനിച്ച് വീണപ്പോൾ തന്നെ എനിക്ക് അടി കിട്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വരുന്നത്. കാര്യം ഞാൻ കരയാതെ വന്നപ്പോൾ എൻ്റെ അന്ന് അമ്മയുടെ ഡോക്ടറായിരുന്ന മിസ് ഗോമസ്, ഒരു ആംഗ്ലോ ഇന്ത്യൻ ഡോക്ടറായിരുന്നു. അവരെ പെട്ടെന്ന് കാലിൽ തൂക്കിയെടുത്തിട്ട് ചന്തിക്കിട്ട് 2 അടി തന്നു. അപ്പോഴാണ് കരഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിയും വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് തന്നെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം 8-ാം വയസ്സിൽ എൻ്റെ അച്ഛൻ മരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ഒരു ഘട്ടം വരെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഭൗതികമായിട്ടും അടി കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് മാഷന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജീവിതം തന്നെ എനിക്ക് ഒരുപാട് ആഘാതങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടികളാണ് ശരിക്കും ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകളിൽ. അതുപോലെ തന്നെ എന്നെ വിഭ്രമിപ്പിച്ച കാഴ്ചകൾ, ഈ കാളിയരയത്തെ പോലുള്ള കാഴ്ചകൾ, ഇതെല്ലാം ചേർത്തുള്ള ഒരു അനുഭവ കഥാ സമാഹാരമാണ് ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ. ഞാൻ 3 സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒന്നാമത്തെ സിനിമ ശിവൻ സംവിധാനം ചെയ്ത കേശു ആയിരുന്നു. ആ കേശുവിൻ്റെ തിരക്കഥ ഞാനാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ കഥ എൻ്റെ അല്ല, അത് എൻ മോഹനൻ്റെ ഒരു കഥയുടെ ഒരു പുതിയ വേർഷനായിരുന്നു.
അതിന് 2010 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ശ്രാദ്ധശേഷം തന്നെ ചലച്ചിത്ര ഭാഷ്യമാക്കി വി കെ പ്രകാശ് ചെയ്തു. ആരോ ഒരാൾ എന്ന പേരിലാണ്. അത് ഈയിടെയാണ് അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞത്. ഞാൻ തന്നെ അതിന് തിരക്കഥയും അതിലെ ഗാനങ്ങളുമൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് സംഭവിച്ചാണ് ക്ലിൻറ്റ് ഹരികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ്. ക്ലിൻറ്റ് നമുക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു ചൈൽഡ് പ്രോഡജി ആയിരുന്നു, ഒരു ബാലപ്രതിഭയായിരുന്നു ക്ലിൻറ്റ്. 6 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന് 25,000-ലധികം ചിത്രങ്ങൾ വരച്ച് നമുക്കൊക്കെ വിസ്മയമായി തീർന്നൊരു കാലഘട്ടത്തിന് തന്നെ വിസ്മയമായി തീർന്ന ക്ലിൻറ്റിൻ്റെ ജീവിതമാണ് ക്ലിൻറ്റ് എന്ന സിനിമയിലൂടെ പകർത്തിയിരിക്കുന്നത്. ഈ 3 ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെയും സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉലയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഫീൽ എന്ന് പറയുന്ന വല്ലാത്തൊരു ചൂടും അതിൻ്റെ ഒരു എന്താ പറയുക തീഷ്ണതയുമൊക്കെയാണ്. അതുതന്നെയാണ് നോവലിൻ്റെ പ്രമേയവും. നമ്മുടെ ഒരു 9-10 നൂറ്റാണ്ടുകളിലെ ഒരു നമുക്കറിയപ്പെടാത്തൊരു കേരളത്തിൻ്റെ ചിത്രമാണ് ഞാൻ ഈ ഉലയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ കേരളത്തിൽ നമുക്കൊരു BC 3-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ ബൗദ്ധ സംസ്കാരം വേരൂടിയിരുന്നു. അതുപോലെ ജൈനമതവും ഇവിടെ വേരൂടിയിരുന്നു. രക്ഷാധിധീരൻ എന്ന് പറയുന്ന ഒരു ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ BC 3-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് ബുദ്ധമതം കടന്നു വരുന്നത്. ആ ബുദ്ധമതം കേരളത്തിൽ വ്യാപകമായിട്ട് വേരോടി. കേരളത്തിൽ ചതുപ്പ് നിലങ്ങളെല്ലാം ഉഴുതുമറിച്ച് കൃഷി ചെയ്തു തുടങ്ങിയത് ബുദ്ധന്മാർ വന്ന ശേഷമാണ്. കാളയും കലപ്പയും കൊണ്ടുവരുന്നത് ബുദ്ധന്മാരാണ്. വൈദ്യം കൊണ്ടുവരുന്നത് ബുദ്ധന്മാരാണ്. അങ്ങനെ വൈദ്യപുരകൾ തുടങ്ങുന്നു. ശ്രീകോവിലുകൾ പോലും, അന്നത്തെ വട്ട ശ്രീകോവിലുകൾ പോലും വൈദ്യപുരകളായിരുന്നു. അപ്പോൾ ഒരേ സമയം ആരാധനയും ഒരേ സമയം ചികിത്സയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേരള സംസ്കാരത്തെ തന്നെ മുഴുവൻ ഇങ്ങനെ മാറ്റി മറിച്ച ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആദിമ ദ്രാവിഡ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് പോയ ഒരു ബുദ്ധ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ബ്രാഹ്മണ അധിനിവേശം ഉണ്ടാകുന്നതിൻ്റെ കഥയാണ് ഈ ഉല എന്ന നോവലിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ കഥയിൽ എൻ്റെ ദേശം ഉൾപ്പെടുന്ന ഒരു 3 തുരുത്തുകളിൽ ഒരിക്കൽ ഈ ബ്രാഹ്മണർ വന്ന് ഇവിടുന്ന് ബുദ്ധന്മാരെയൊക്കെ തുരത്തി ഓടിച്ചതിന് ശേഷം 3 തുരുത്തുകളിൽ മാത്രം അവശേഷിക്കുകയാണ് കുറച്ച് ബുദ്ധന്മാർ. അവരെ കൂടി ഇല്ലായ്മ ചെയ്യാനായിട്ട് വീണ്ടും ഒരു ബ്രാഹ്മണി അധിനിവേശം കേരളത്തിലേക്ക് വരികയാണ്. പഴയ പരശുരാമൻ്റെ ഒരു പുതിയ ഒരു പടയോട്ടം, ഒരു പുതിയകാല പടയോട്ടം നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും വരികയാണ്. ആ ഒരു പടയോട്ടത്തിലൂടെ ഈ 3 തുരുത്തുകളിൽ അവശേഷിച്ച ബുദ്ധന്മാരെയും കൂട്ടക്കുരുതി ചെയ്യുന്ന ഒരു കഥയാണ് ഉല. ഉല നമുക്ക് അധികം അറിയില്ല, പക്ഷേ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉലയ്ക്ക് വേണ്ടിയുള്ള റിസർച്ചിലായിരുന്നു. പഴയകാലത്തെ ഗസറ്റിയറുകളും പഴയകാലത്തെ കേസരിയുടെ കൃതികളും ഇളംകുളത്തിൻ്റെ കൃതികളും അങ്ങനെ ഒരുപാട് കൃതികൾ വായിച്ച് അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ഇൻഫറൻസുകളുമൊക്കെ ചേർത്താണ് പഴയകാലത്തെ സന്ദേശകാവ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കൃതികളിലൂടെയാണ് നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു കാലഘട്ടം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ അത് വളരെ ഫാക്ച്വലായ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഡ്രോപ്പാണത്. അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഉല എന്ന നോവൽ എഴുതിയിരിക്കുന്നത്.